വെൽക്കം ടു മൈ ചാനൽ കിമയ. അപ്പം ഞാനിന്ന് ഒരു ചുരിദാറിൽ ടോപ്പിൽ എംബ്രോയ്ഡറി പെയിൻറ്റിങ് കൂടെ ചെയ്ത ഒരു ഡ്രസ്സാണ് കേട്ടോ. ഒരു പെയിൻറ്റിങ് എംബ്രോയ്ഡറിയും കൂടെ ചെയ്തതാണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ സൗണ്ട് ഇന്ന് ക്ലിയർ അല്ല, പനിയായതുകൊണ്ടാണ്. അപ്പോൾ ഞാനത് എന്തൊക്കെയാണ് ചെയ്തേക്കുന്നതെന്നാണ്. ഓക്കെ, ഞാനൊരു 30 ഇഞ്ച് ലെങ്തിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിൽ വർക്കുകളെന്ന് പറയുമ്പോൾ ഞാൻ പെയിൻറ്റിങ്ങും ചെയ്തിട്ടുണ്ട്, എംബ്രോയ്ഡറിയും ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ബീഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ബീഡ്സ് വെച്ചേക്കാണ്. ഇവിടെയും ബീഡ്സ് വെച്ചിട്ടുണ്ട്. ഇതും ബീഡ്സാണ്. ഓക്കെ, ഇത് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. ഇത് എംബ്രോയ്ഡറിയാണ് ചെയ്തേക്കുന്നത്. ഫുൾ എനിക്ക് എംബ്രോയ്ഡറി ചെയ്യണമെന്നായിരുന്നു, പക്ഷേ എങ്കിൽ കണ്ടോ, എംബ്രോയ്ഡറി ചെയ്തേക്കാണ് അവർക്ക്. ഓക്കെ, കണ്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനിത് ചെയ്തു തരുന്നതായിരിക്കും. പക്ഷെ 1 മാസത്തെ ടൈമാണ്, 1 മാസം കഴിഞ്ഞേ ഇത് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ആ പെയിൻറ്റിങ്ങിൻ്റെ ഏതാണ് പിക്ചറെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി, ഞാനത് ചെയ്തു തരാം. ഇതിലെല്ലാം ഞാൻ ബീഡ്സ് വെച്ചിട്ടുണ്ട്, ബീഡ്സും ഉണ്ട്. അതുപോലെ തന്നെ കണ്ടോ, ഈ വർക്കാണ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് ഏത് വർക്കിലും ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇത് ചെയ്ത് തരണമെങ്കിൽ ഇത് അങ്ങനെ ആവാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇത് ചെയ്യാനൊരു പ്രചോദനമാവട്ടെ. കണ്ടോ, ഇത് കൂടുതൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്യാനായിരുന്നു ഇഷ്ടം, പക്ഷെ ചെയ്തു വന്നപ്പോൾ പറ്റാതെ വന്നു. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തത് കേട്ടോ. ഓക്കെ, വേറെ വീഡിയോസൊന്നും എടുക്കാനൊന്നും എനിക്ക് പറ്റണുണ്ടായില്ല, അതായത് വയ്യാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ ഓർത്ത് ഇത് ഇടാം, ഇത് കുറേ ദിവസമായിട്ട് ഇടണമെന്ന് വിചാരിക്കുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ ആവട്ടെ എന്ന് കരുതി. ഓക്കെ, കണ്ടോ, ഇത് ഞാൻ പെയിൻറ്റിങ് എംബ്രോയ്ഡറിയും ചെയ്തതിന് ശേഷമാണ് ഇത് തയ്ച്ച് വെക്കുന്നത്. ഇതും കസ്റ്റമർക്ക് വേണ്ടി തയ്ച്ച ഒരു ഡ്രസ്സാണ്. അതായത് ഒരു എയർലൈൻ ടോപ്പാണ്. എയർലൈൻ ടോപ്പ് വന്നിട്ട് ഇതിൽ കോട്ട് വന്നേക്കണം. കണ്ടോ, കൊള്ളാമല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണല്ലോ. ഓക്കെ, ഗ്രീനാണ്, ബോട്ടിൽ ഗ്രീൻ. ഇത് പിങ്ക് ഹക്കോബയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനിയും ഡ്രസ്സുകളുമായിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.